ഭഗവത്ഗീത എനിക്ക് മനപ്പാടമാണെന്ന് നിനക്കറിയില്ലേ മാളു? ഞാനത് മറന്നു. ഏട്ടാ, ഇനി ഇവള് കുറച്ച് റെസ്റ്റ് എടുത്തോട്ടെ. റെസ്റ്റ്? നിനക്കറിയോ, റെസ്റ്റിനെ കുറിച്ചും ഫിസിക്സിൽ പറയുന്നുണ്ട്. കേൾക്കണോ? അല്ലെങ്കിൽ വേണ്ട, ആ ക്ലാസ് പിന്നീട് ഒരിക്കലാവും. വേദ തൽക്കാലം റെസ്റ്റ് ചെയ്തോട്ടെ. പൊയ്ക്കോളൂ, അടുത്ത പാഠത്തിന്റെ സമയമാകുമ്പോ വിളിക്കാം. ഈ കവർ കിട്ടുന്നത് ആരുടെ കയ്യിലാണെങ്കിലും ദയവ് ചെയ്ത് ഇതിൽ എഴുതിയിരിക്കുന്ന ആൾക്ക് എത്തിക്കണമെന്ന് അപേക്ഷിക്കുന്നു. എത്തിക്കേണ്ട ആളിൻ്റെ പേരും ഫോൺ നമ്പറും ഇതിൽ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ഈ ഉപകാരം ചെയ്താൽ ഒരു ജീവൻ രക്ഷപ്പെടും. സ്നേഹം നിറഞ്ഞ ഗൗരിക്ക് മരണത്തിന് മുൻപിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ കത്തെഴുതുന്നത്. ഈ കത്ത് നിന്റെ കയ്യിൽ കിട്ടുമ്പോഴേക്കും ഞാൻ മരിച്ചു കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം അത്ര ഗുരുതരമായൊരു പ്രതിസന്ധിയിലാണ് ഞാൻ ചെന്ന് പെട്ടിരിക്കുന്നത്. നീലിനെ സ്വാധീനം നശിപ്പിക്കാൻ ആത്മഹത്യ ചെയ്തെന്ന് വരുത്തി ഞാൻ ചെന്ന് കയറിയതൊരു ഭ്രാന്താശുപത്രിയിലേക്കായിരുന്നു. ഡോക്ടർ ഹരിനാരായണൻ എന്ന മുഴുവട്ടനും അയാളുടെ സഹോദരിയും കൂടി നടത്തുന്ന ഭ്രാന്താശുപത്രിയിലാണ് ഞാനിപ്പോൾ. നിങ്ങൾക്കത് വീടായിട്ട് തോന്നിയേക്കാം, എന്നാൽ അത് അങ്ങനെയല്ല. എന്നെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷിക്കണം. ഡോക്ടർ ഹരിനാരായണൻ എന്ന മുഴുവട്ടനും അയാളുടെ സഹോദരിയും കൂടി നടത്തുന്ന ഭ്രാന്താശുപത്രിയിലാണ് ഞാനിപ്പോൾ. നിങ്ങൾക്കത് വീടായിട്ട് തോന്നിയേക്കാം, എന്നാൽ അത് അങ്ങനെയല്ല. എന്നെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷിക്കണം. വരേണ്ട സ്ഥലത്തെ വിലാസം ഞാനിതിൽ കുറിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ നേരിട്ട് പീഡനത്തെക്കുറിച്ച് പറയാം. ഈ കടലാസ് നിങ്ങൾക്ക് വഴിന്ന് കിട്ടിയെന്നല്ലേ പറഞ്ഞത്? അതെ. ഇതില് ഒരു ഡോക്ടർ ഹരിനാരായണനെ കുറിച്ച് പറയുന്നുണ്ട്. അയാൾ അറിയാമോ? ഇല്ല. അയാൾക്ക് ഭ്രാന്താണെന്നാ പറയുന്നത്. അത് ശരിയാണോന്നറിയാൻ എന്താ മാർഗം?
അതാ പരിസരത്ത് അന്വേഷിച്ചാ മതിയാവുമല്ലോ. ആ, അത് ശരിയാ. ഏതായാലും വലിയ ഉപകാരം ഇതിവിടെ കൊണ്ടു തന്നേന്. ആയിക്കോട്ടെ, എന്നാ ശരി. വേദ, വേദ, വേദ. പുറത്തൊരു അതിഥി വന്നിട്ടുണ്ട്. അത് നീ പറഞ്ഞിട്ട് വന്നതാണോ? അല്ല. അല്ല, അപ്പൊ നീ പറഞ്ഞിട്ട് തന്നെയാ വന്നത്. ഏട്ടാ, ഏട്ടാ, പുറത്തുനിന്ന് ആരോ വന്നിട്ടുണ്ട്. അതാരാ? ആ, അറിയില്ല. ആ, ഇവള് വിളിച്ചിട്ട് വന്നതായിരിക്കും. എണീക്കടി. ഇവളെ നമുക്ക് സ്റ്റോർ റൂമിൽ അടച്ചിടാം. വടി, വാങ്ങിങ്ങോട്ട്. നടക്കടി. ഇന്ന് ആരാ? ഡോക്ടർ ഹരിനാരായണൻ. അതെ, ഞാനാണ്. ഞാൻ വേദയുടെ ബന്ധുവാ. ഏത് വേദ? ഇവിടെ താമസിക്കുന്ന വേദ. ഇവിടെ അങ്ങനെ ആരും താമസിക്കുന്നില്ലല്ലോ. ഇവിടെ ഞാനും എന്റെ ഏട്ടനും മാത്രമേ ഉള്ളൂ. പക്ഷേ അങ്ങനെയല്ലല്ലോ അയാള് പറഞ്ഞത്. ആര്? ദാ, ഈ കത്ത് കിട്ടിയിട്ടാ ഞാൻ വന്നത്. ദാ, നിങ്ങളെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക. ഇവിടെ വേദ എന്ന പേരിൽ ആരും താമസിക്കുന്നില്ല. സംശയം ഉണ്ടെങ്കിലേ കേറി നോക്കാം. സംശയമൊന്നുമില്ല. എന്നാലും കേറി നോക്കണം. ഞാൻ പറയുന്നത് നുണയല്ലെന്ന് ബോധിപ്പിക്കാനെങ്കിലും നിങ്ങളത് ചെയ്യണം. കേറി നോക്കൂ. വരൂ. ആ, വരൂ. അത് സ്റ്റോർ റൂമാ, തുറക്കാറില്ല. വരൂ. നോക്കിക്കോളൂ. ഉണ്ടോ? ഇല്ല. അതാ പറഞ്ഞത് ഇവിടെ ആരുമില്ലെന്ന്. എന്നാലും ഇങ്ങനെ ഒരു കത്ത് ആരാണ് എഴുതിയത്? അതാ എന്റെ ഒരു സംശയം. ചിലപ്പോ നമ്മളോട് ശത്രുതയുള്ള ആരുടെങ്കിലും പണിയായിരിക്കും. എന്നാ ഞാൻ പോട്ടെ. ഏയ്,
ഒരു ചായ കുടിച്ചിട്ട് പോവാം. സാമ്പാറുണ്ട്, ടിഫിൻ കഴിക്കാം. ആ വേണ്ട, നോ താങ്ക്സ്, ഞാൻ പോട്ടെ. ആ, എന്താ? പേരെന്താന്നാ പറഞ്ഞത്? ഗൗരി. ഗൗരി, നല്ല പേര്. പരമശിവന്റെ ഗൗരി. പരിചയപ്പെട്ടതിൽ സന്തോഷം. ആ ശരി. മാളു, കഴിച്ചോട്. അപ്പോ നിനക്കെന്റെ കണ്ണു വെട്ടിച്ച് പലതും ചെയ്യാൻ അറിയാം അല്ലേ? അപാര ബുദ്ധിയാണല്ലോ നിനക്ക്. ഒരു കത്തെഴുതി റോഡിലിട്ടാ രക്ഷിക്കാൻ ആരെങ്കിലും വരുമെന്നാണോ നീ കരുതിയത്? വന്നാലും ഇവിടുന്ന് നിന്നെ പുറത്തു കൊണ്ടുപോകാൻ ഒരാൾക്കും പറ്റില്ല. ഗൗരി അവളെ ഇപ്പൊ വന്നിട്ട് പോയത്. എന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചു? സംഭവിക്കില്ല. ഞാനിവിടെ ഉള്ളിടത്തോളം കാലം ഒന്നും സംഭവിക്കില്ല. എന്തിനാ എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തു? തെറ്റും ശരിയൊക്കെ തീരുമാനിക്കുന്നത് പ്രപഞ്ചമല്ലേ? നീ ഒരുപാട് തെറ്റുകൾ ചെയ്ത ഒരാളായിരിക്കും. എന്നോടല്ല, ആരോടെങ്കിലും. അതാ ഇവിടെ കിടന്നിങ്ങനെ നരകിക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെ തന്നെ വരാനും വന്ന ആ നിമിഷം തൊട്ട് എനിക്ക് നിന്നെ ഇഷ്ടപ്പെടാതിരിക്കാനും വേറെ എന്താ കാരണം? വിധിയാണ്. നിന്റെ വിധി. ഇതിന്ന് രക്ഷപ്പെടാൻ നിനക്ക് കഴിയില്ല. എന്നെ ദയവേത് പറഞ്ഞുവിട്. എനിക്ക് മതിയായി. നിനക്ക് മതിയായി, പക്ഷെ ഞങ്ങൾക്ക് മതിയായിട്ടില്ലല്ലോ. മാളൂന് മതിയായോ? ഒരിക്കലും ഇല്ല. കേട്ടല്ലോ, ഞങ്ങൾക്ക് മതിയാവുന്ന ഒരു സമയം വരും. അപ്പോ നിന്നെ ഞങ്ങൾ പറഞ്ഞു വിടും. അതിനു മുമ്പ് ഞാൻ രക്ഷപ്പെടും. എങ്ങനെ? ഞാൻ ആത്മഹത്യ ചെയ്യും. ഓ ചെയ്തോ? അതൊരു രക്ഷപ്പെടലാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ ചെയ്തോ. ഉറക്കമില്ലാത്തവരാണ് ഞങ്ങൾ രണ്ടുപേരുമെന്ന് നിനക്കറിയാമല്ലോ. ഞങ്ങളുടെ കണ്ണു വെട്ടിച്ച് നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിന്റെ ബെഡ്റൂം വരെ ഞങ്ങളുടെ നിരീക്ഷണത്തിലായിരിക്കും ഇനി മുതൽ. കത്തെഴുതുന്നത് പോലെയുള്ള പരിപാടികള് ഇനിയും ചെയ്യുന്നുണ്ടോന്ന് നോക്കണമല്ലോ. രക്ഷപ്പെടാൻ നോക്കിയതിനുള്ള ശിക്ഷ ഞാൻ പിന്നെ പറയാം. ഏതു നേരവും മാളു ഇവിടെ തന്നെ ഉണ്ടാവണം. രക്ഷപ്പെടാൻ ശ്രമിച്ച ആ നിമിഷം തന്നെ എന്നെ വിവരം അറിയിക്കണം. പിന്നെ ചെയ്യാനുള്ളത് ഞാൻ ചെയ്തോളാം. പക്ഷികളുടെ ചിറക് വെട്ടി കൂട്ടിലിടുന്നത് കണ്ടിട്ടുണ്ടല്ലോ, അതുപോലെ രണ്ട് കാലും തല്ലിയോടിച്ച് ഇവിടെ ഇടും ഞാൻ. ഒരാളും ചോദിക്കാൻ വരില്ല. കാരണം ഞാനൊരു ഫിസിക്സ് പണ്ഡിതനാണ്. കരഞ്ഞിട്ടൊന്നും ഒരു പ്രയോജനമില്ല. നിന്റെ തലവിധി നീ അനുഭവിക്കണം. വല്യച്ഛനെ വിളിച്ചിട്ട് കിട്ടിയില്ല. ഇന്നാണ് നീലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ വീണ്ടും പരിഗണിക്കുന്നത്. ഇന്നത് ശരിയായാ മതിയായിരുന്നു. ശരിയാവും. ദൈവമൊക്കെ ഇപ്പൊ കുഴപ്പക്കാരുടെ കൂടെയാ. ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോ ഉടക്ക് വർത്തമാനം പറയല്ലേ ഗൗരി. എന്റെ മോനെ ഒളിച്ചു കഴിയുന്നത്, അതും ഒരു തെറ്റും ചെയ്യാതെ. ഒരമ്മ എന്ന നിലയില് എന്റെ മനസ്സ് എന്തോരം പെടയുന്നുണ്ടെന്ന് നിനക്കറിയോ? എന്താ കാരണം അങ്ങനെ പറയാൻ? കയ്യിലിരിപ്പുണ്ടല്ലേ. വേദയ്ക്ക് ഈ വീട്ടിൽ നിന്ന് ഒരു നീതിയും കിട്ടിയിട്ടില്ല. അതുകൊണ്ടല്ലേ അവൾക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നത്. കുറ്റം ചെയ്തവര് അതിനുള്ള ശിക്ഷ അനുഭവിച്ചു പറ്റു വല്യമ്മേ.
അവർക്ക് ഒരു ശിക്ഷയും അനുഭവിക്കേണ്ടി വരില്ല. പുല്ലുപോലെ ഞങ്ങൾ അവരെ ഇറക്കിക്കൊണ്ട് വരും. വേദയുടെ വീട്ടുകാരെ വെറുതെ ഇരിക്കും തോന്നുന്നുണ്ടോ? നിയമത്തിന്റെ കയ്യിൽ നിന്ന് നിനക്ക് അവരെ രക്ഷിക്കാൻ പറ്റുമായിരിക്കും. എന്തായാലും അവരുടെ ഇന്ന് രക്ഷിക്കാൻ പറ്റില്ല. അവരെന്ത് ചെയ്യും? കൊല്ലുവോ? അവർക്കേ സ്വന്തം മോളെ നഷ്ടപ്പെട്ടിരിക്കുന്നേ. സ്വന്തം മോൻ ഒളിച്ചു താമസിക്കുമ്പോ എന്ത് വിഷമാ നിങ്ങൾ രണ്ടുപേർക്കും. അപ്പോ മോളെ നഷ്ടപ്പെട്ട വീട്ടുകാരുടെ സങ്കടം എത്ര വലുതായിരിക്കുന്നു ഊഹിച്ചു നോക്കാലോ. സങ്കടപ്പെടേണ്ടെന്നൊന്നും ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. എന്റെ മക്കള് തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നേ പറഞ്ഞിട്ടുള്ളൂ. അത് ആരുടെ മുമ്പിലും ഞാൻ പറയും. അല്ലാന്ന് തെളിയിക്കട്ടെ അവര്. എന്റെ അഭിപ്രായത്തിലേ ജാമ്യം എടുക്കുന്നത് മണ്ടത്തരോ. പോലീസിന് കീഴടങ്ങിയ കൂടിപ്പോയാ ഒരാഴ്ച അകത്തിടക്കേണ്ടി വരും. അതോടെ വേദന വീട്ടുകാരുടെ ദേഷ്യം അങ്ങ് തീരും. നീലിന്റെ ജീവനൊരു ആപത്തുണ്ടാവുന്നതാണോ അതോ കുറച്ചു ദിവസം ജയിലിൽ കിടന്നിട്ട് തിരിച്ചു വരുന്നതാണോ നല്ലതെന്ന് ആലോചിച്ച് നോക്ക്. അവര് ജയിലിലും കിടക്കാൻ പോകുന്നില്ല, വേദയുടെ വീട്ടുകാരെ അവരെ ഉപദ്രവിക്കാനും പോകുന്നില്ല. രണ്ടീതും അവരെ ഞങ്ങൾ രക്ഷിക്കും. അതെ, ആയിക്കോ, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഹാ, ചിലതൊക്കെ അനുഭവം വരുമ്പോഴേ പഠിക്കൂ. അവള് പറയുന്നൊന്നും കാര്യമാക്കണ്ട. നിങ്ങൾ രണ്ടുപേരും നല്ലോണം പ്രാർത്ഥിക്കണം. ഇന്നുകൂടി ഹർജി തള്ളിയാൽ നീ ധൈര്യമായിട്ട് പോകും. വിധി നമുക്ക് അനുകൂലമായിരിക്കും. അതെ മോനെ, എന്റെ മനസ്സും അങ്ങനെ തന്നെയാ പറയുന്നത്. ചെല്ല്. കൊപ്രാക്കളത്തിലായിരുന്നു മോന്റെ ഫോൺ വരുമ്പോ എന്താ അർജന്റായിട്ട് കാണണമെന്ന് പറഞ്ഞത്? നമ്മളെ ദൈവം കൈവിട്ടിലേക്കാ. മുൻകൂർ ജാമ്യം കിട്ടി. പടച്ചോന്റെ കൃപ. അപ്പോ ഇനി അവർക്ക് ധൈര്യമായിട്ട് പുറത്തു വരാം അല്ലേ? അതെ, പോലീസ് സ്റ്റേഷനിൽ പോയി ഹാജരാവണം. അത് പക്ഷേ ചെറിയൊരു ഫോർമാലിറ്റി മാത്രമാ. പേടിക്കേണ്ട ഘട്ടം കഴിഞ്ഞു. അൽഹംദുലില്ലാ, അനുഭവിക്കാനുള്ളത് മുഴുവൻ ഒരു ചെറിയ കാലം കൊണ്ട് അവരെ അനുഭവിച്ച്. വീട്ടിലെല്ലാവർക്കും അവരെ കാണാൻ തിടുക്കമായി. എപ്പോഴായിരിക്കും അവർ പുറത്തു വരുന്നത്? എന്തായാലും ഇത്രയായി, കുറച്ചുകൂടി കാക്ക്. പെരുന്നാളാ വരുന്നത്, അതിൽ പങ്കെടുപ്പിച്ചിട്ട് വിടാം. എല്ലാം ഇക്ക പറയുന്ന പോലെ. സത്യത്തിൽ ഇക്കയുടെ സഹായം കൊണ്ടാ പോലീസിന്റെ കണ്ണിപ്പെടാതെ ഇത്രയും കാലം അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയത്. എന്റെ സഹായം കൊണ്ടാണെന്ന് പറയല്ലേ മോനെ, എല്ലാം പടച്ചോനല്ലേ തീരുമാനിക്കണത്. അവൻ അറിയാതെ ഈ ഭൂമിയിൽ ഒരു ഇല പോലും അനങ്ങില്ല എന്നല്ലേ പടച്ചോൻ കൂടെ നിന്നു. അത് പിന്നെ നിൽക്കാതിരിക്കോ? നീലു വേടത്തി എന്ത് തെറ്റാ ചെയ്തേ? അതും ശരിയാ. അല്ല മോനെ, എന്താ നാളിത്രയായിട്ടും വെള്ളത്തിൽ പോയ ഓളുടെ മയ്യത്ത് കിട്ടാത്തത്? ഇനി ഓള് ചത്തില്ലെന്ന് വരൂ? അങ്ങനൊരു സംശയം ഞങ്ങൾക്ക് ഉണ്ടിക്ക. അവളുടെ ഒരു ചരിത്രം വെച്ച് നോക്കിയാൽ ചാവാതിരിക്കാനാണ് സാധ്യത കൂടുതൽ. പണ്ട് ഭ്രാന്തില്ലാതെ ഉണ്ടെന്നും പറഞ്ഞ് ഭ്രാന്താശുപത്രി കിടന്നവളാ. അപ്പോ കൂടിയ മുതലാണല്ലോ. എന്തായാലും നീലിന്റെയും സ്വാതിയുടെയും കാര്യം ശരിയായല്ലോ. ഇനി വേദ ജീവിച്ചിരുന്നാൽ എന്താ, മരിച്ചാലെന്താ? ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ പടച്ചോൻ അവളെ വെറുതെ വിടില്ല മോനെ. അതിനുള്ള ശിക്ഷ പടച്ചോൻ ഓക്ക് കൊടുക്കും. ഇപ്പൊ തന്നെ കൊടുത്തോണ്ടിരിക്കുന്നുണ്ടോന്ന് ആർക്കറിയാം? ആരുടെ കണ്ണ് വെട്ടിച്ചാലും ദൈവത്തിന്റെ കണ്ണ് വെട്ടിക്കാൻ പറ്റില്ലെന്നല്ലേ? ഓരോരുത്തർ ചെയ്യുന്നത് അവരവർക്ക് കിട്ടും. നമ്മളൊന്നും ചെയ്യും പറയും വേണ്ട. മൂപ്പർക്കറിയാം കൃത്യമായി കൊടുക്കാൻ. അപ്പോ പെരുന്നാളിന്റെ കാര്യം മറക്കണ്ട. അത് കഴിഞ്ഞ് രണ്ടാളെയും വിട്ടോളാം. ആയിക്കോട്ടെ. ആ, അങ്ങനെ നിങ്ങളുടെ ഒളിവ് ജീവിതം തീരാൻ പോകണ്. ജാമ്യം കിട്ടി. അതറിഞ്ഞു വെക്കാം. എന്നെ വീട്ടിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ജാമ്യം കിട്ടി. അതറിഞ്ഞു വെക്കാം. എന്നെ വീട്ടിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ ജാമ്യവും പെരുന്നാളും ഒരുമിച്ചാണ് വന്നത്. അതുകൊണ്ട് ആഘോഷത്തിന് ഇരട്ടി മധുരമാണ്. ഇതിൽ മുഴുവൻ പെരുന്നാളിന്റെ വിഭവങ്ങളാ. ഇത് നിങ്ങൾക്കുള്ളതാണ്. ഉണ്ടക്കായ് മുതൽ കല്ലുമേക്കായ് വരെ, മുട്ടമാല മുതൽ ഇറച്ചിപ്പത്തിരി വരെ. അലിക്ക് വന്നേ. ഇത് ഞങ്ങളുടെ വക അലിക്കയ്ക്ക്. അല്ല, ഇത് എപ്പ സംഘടിപ്പിച്ച്? വിവരം അറിഞ്ഞ ഉടനെ പുറത്തുപോയി വാങ്ങി. ഇത്രയും കാലം കണ്ണിലെ കൃഷ്ണമണി പോലെ ഞങ്ങൾ അലിക്ക് കാത്തു. അതിന് ഇതൊന്നും തന്ന പോരാ. എന്താ ഇങ്ങനെ? കണക്ക് പറയാൻ അലി വരൂല്ല മോനെ. അത്രയ്ക്ക് വലുതാ എനിക്ക് മഹേശ്വര സാറിനോടുള്ള കടപ്പാട്. കൂടുതൽ വിസ്തരിച്ചാൽ നിങ്ങൾക്ക് ബോറടിക്കും. അതുകൊണ്ട് ചുരുക്കി പറയാം. അലി ഇന്നത്തെ ഈ അലി ആയിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ സാറാ. അത് ഞങ്ങൾക്ക് അറിയേക്ക. പക്ഷേ സ്മരണകളില്ലാത്തവരുടെ ലോകം ഇത്. വീട്ടിൽ
ഗൗരി പോലും ഞങ്ങൾക്കെതിരാ. ഞങ്ങളെ നശിച്ചു കാണണമെന്ന് വിചാരിക്കുന്നവർ ഒരുപാടുള്ളപ്പോഴാ ഇക്ക ഞങ്ങളെ സഹായിക്കാൻ വന്നത്. വേദയുടെ കത്ത് പോലീസിന്റെ കയ്യിൽ കിട്ടിയെന്ന് അറിഞ്ഞ ആ രാത്രി ഇപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്. എന്തു ചെയ്യണം, എങ്ങോട്ട് മാറണമെന്ന് തീർച്ചയില്ലാത്ത നിമിഷങ്ങൾ. അന്നേരമാണ് ഒരു വെളിപാട് പോലെ ഇക്കയുടെ പേര് അച്ഛനെ ഓർക്കുന്നത്. നിനക്ക് എന്നേക്കാൾ വിശ്വസിക്കാൻ അലിയെന്ന അച്ഛൻ പറഞ്ഞത്. ആ പറച്ചില് വെറുമ്പാക്കായില്ല. പെരുന്നാളിന്റെ രാവിനോളം മനോഹരമായിട്ട് വേറൊരു രാവില്ലെന്ന് കേട്ടിട്ടുണ്ട്. ഞങ്ങളുടെ ജീവിതത്തില് മറക്കാനാവാത്ത രാവ് തന്നെയാ ഇക്ക ഞങ്ങൾക്ക് തന്നത്. നാളെ പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞ് ഇക്ക വീട്ടിലെത്തുമ്പോ ഞങ്ങളും വീട്ടിലേക്ക് വരും. അലീക്കയുടെ വീട്ടുകാരെ മുഴുവൻ കാണാൻ. വലിയ സന്തോഷം. ഒരു മാസത്തെ വ്രതവും പ്രാർത്ഥനയും മനസ്സും ശരീരവും ശുദ്ധിയാക്കിയിട്ടുണ്ടാവും. പരിശുദ്ധ ഖുർആൻ അവതരിച്ച മാസം, അതിന്റെ കൂടി പുണ്യ ഇപ്പം ഞങ്ങൾ ഈ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം. ഇനി പുതിയൊരു ജീവിതം. ഇൻഷാ അല്ലാ, പടച്ചോ നയിക്കുന്നു, നമ്മൾ അനുസരിക്കുന്നു. എല്ലാം അവന്റെ കാരുണ്യം. ആ കാരുണ്യം നമ്മളെ വിനയമുള്ളവരാക്കി തീർക്കുന്നു. എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ. മുബാറക് അലീക്ക. എന്റെയും സ്വാതിയുടെയും സ്നേഹം നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ. അല്ലാ.